ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈഫു, നമുക്കിപ്പം ബോബി ചെമ്മണ്ണൂർ നൽകിയിരിക്കുന്ന വിശദീകരണം, നമുക്ക് ജയിലിൽ ആയതിനു ശേഷം പുറത്തു വന്ന് നടത്തിയ ഒരൊറ്റ വിശദീകരണം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. മറ്റെല്ലാം അവിടുത്തെ ഉദ്യോഗസ്ഥരെ അധികരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ വൈകുന്നേരം അടക്കം വന്നിരുന്നത്. എന്തുകൊണ്ട് ഇന്നലെ പുറത്തിറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജയിൽ അധികൃതർ നൽകുന്ന പ്രതികരണത്തിൽ നിന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഈ ബോണ്ട് അടക്കം എക്സിക്യൂട്ട് ചെയ്യാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുന്നു. ഈ പറഞ്ഞ കാരണങ്ങളാൽ റിമാൻഡ് തടവിലുള്ളവരുടെയും മറ്റ് ജാമ്യം നിഷേധിക്കപ്പെട്ടവരുടെയും ഒക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പുറത്തിറങ്ങുകയുള്ളൂ എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതായിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും രേഖകൾ ഹൈക്കോടതിയിലേക്ക് ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ട് എന്ന എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? കാരണം ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി ഈ പ്രതിയുടെ അഭിഭാഷകനെ ഹാജരാകാനായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായും ഈ വിവരം ആരായുമല്ലോ ഹൈക്കോടതി. സൈഫുനീസ, തീർച്ചയായും എന്തായാലും പോലീസിന്റെ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ നൽകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല എന്നുള്ളത് ജയിൽ സൂപ്രണ്ട് വിശദീകരിക്കേണ്ടി വരും. അത് കോടതിയിൽ വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ പുറത്തിറങ്ങും എന്ന് പ്രതീക്ഷിച്ച് സ്വീകരിക്കാനായി നൂറുകണക്കിന് ആളുകളാണ് ഈ ജയിലിന്റെ ചുറ്റും കൂടിയിരുന്നത്. വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കി. ഒപ്പം തന്നെ മാധ്യമങ്ങളോട് ഇതിൽ ചിലർ കോടതിയെ പറ്റി പോലും മോശം പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയ സ്ഥിതിക്ക് അതുകൂടി കണക്കിലെടുത്താണോ കോടതി ഇപ്പോൾ അഭിഭാഷകരോട് ഹാജരാകാൻ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇവിടെ സംഘടിച്ചത് പൊതുജനങ്ങളൊന്നും ആയിരുന്നില്ല. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജിക്കാട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലെയും അതുപോലെ സമാനമായ മറ്റ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും ഷെയർ ഹോൾഡേഴ്സ് അടക്കമുള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അത് ഫ്ലെക്സും പ്ലക്കാർഡും പൂമാലയും ഒക്കെയായാണ് ജയിൽ പരിസരത്ത് കൂടിയിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അതും കോടതി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ തന്നെ നമുക്ക് മുഖവിലേക്ക് എടുക്കാവുന്നതാണ്. അതായത് ബോബി ചെമ്മണ്ണൂർ തന്നെ പറഞ്ഞതാണ്, ഞാൻ ഇന്നലെ ഇറങ്ങേണ്ടെന്ന് തീരുമാനിച്ചതാണ് എന്നുള്ളത്. അങ്ങനെ തീരുമാനിക്കാൻ ഒരു പ്രതിക്ക് കഴിയുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി കേസിൽ ഓർഡർ വന്നതാണ്. ഓർഡർ ജയിലിൽ കൊണ്ടുവന്ന അഭിഭാഷകൻ ഏൽപ്പിച്ചതുമാണ്. അതിനുശേഷമാണ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്ന് ബോബി ചെമ്മണ്ണൂർ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ 7 മണി വരെ എല്ലാവരും കാത്തു നിന്നിരുന്നു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ സഹായികളായും ജീവനക്കാരായും ഒക്കെ ഇവിടെ വന്നിരുന്ന ആളുകൾ എല്ലാവരും തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്തത്. അത്തരമൊരു തീരുമാനം എടുക്കാൻ ഒരു പ്രതിക്ക് കേസിൽ ജാമ്യം കിട്ടിയ പ്രതിക്ക് കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പ്രത്യേകിച്ച് ഈ കേസിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെയും പിന്നീട് അത് തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെയും പിന്നീട് ഹൈക്കോടതി രണ്ടാമത് ഈ കേസ് പരിഗണിക്കാനിരിക്കുമ്പോഴൊക്കെ പറയാത്ത ഒരു വിഷയം പിന്നീട് ഈ ജാമ്യം ലഭിച്ച് ജാമ്യം ഓർഡർ കൈ കിട്ടിക്കഴിഞ്ഞ ശേഷം ഈ ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ അത് കോടതിയെ കുറച്ചുകൂടി പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് ചൂണ്ടിക്കാട്ടാവുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ പെട്ടെന്ന് തന്നെ ജയിൽ വിട്ടു. വാർത്തകൾ തനിക്ക് എതിരാകും, അതല്ലെങ്കിൽ കോടതി നടപടി തനിക്ക് എതിരാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് പെട്ടെന്ന് തന്നെ പോയേക്കാമെന്നുള്ള തീരുമാനം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുണ്ടായത്. കാരണം ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ ഈ ഫേക്ക് ഐഡികളിൽ നിന്ന് കമന്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ കമന്റുകളിൽ വരുന്ന ഫേക്ക് ഐഡികളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും ഇതെല്ലാം സ്പോൺസേർഡായ PR ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആ PR ഗ്രൂപ്പുകൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല സൈഫു. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് തുടരാൻ കഴിയില്ലല്ലോ. നമ്മുടെ കോടതി അദ്ദേഹത്തിന് ഉപാധികളോടെ കർശന ഉപാധികളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചത്. ആ വിധിന്യായം വായിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഏറ്റവും സുന്ദരമായൊരു വിധിന്യായമാണ് ഇന്നലെ പുറത്തു വന്നത്. ജാമ്യം അനുവദിച്ചു, അത് കിട്ടി, അദ്ദേഹം പുറത്തിറങ്ങി നീതിന്യായ വ്യവസ്ഥയോട് കൂറ് പുലർത്തുക എന്നതായിരുന്നു അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹം അത് ചെയ്തില്ല. പകരം ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു PR സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവിന് മുന്നിലാണ് ഒരു മാർക്കറ്റിംഗ് തന്ത്രം പയറ്റാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് അഭിഭാഷകരെ പോലും ഞെട്ടിച്ചു. അവർ കോടതിയുടെ ഓഫീസേഴ്സ് ആണല്ലോ. അപ്പോൾ നീതിന്യായ സംവിധാനത്തിന് കീഴടങ്ങി വളരെ വിനീതമായി പുറത്തു വരാനുള്ളതിനു പകരം അതിനുള്ളിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുക്കാൻ തീരുമാനിച്ചതായിരിക്കാം ഒരുപക്ഷെ പിഴച്ചു പോയിട്ടുണ്ടാവുക, അല്ലേ സൈഫു? തീർച്ചയായും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അരുൺകുമാർ, സാധാരണ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കോടതിയിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയപ്പോഴാണെങ്കിലും കോടതിയിലേക്ക് എത്തിച്ചപ്പോഴാണെങ്കിലും ഈ 50ഓളം ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പിന്നാലെ കൂടിയിരുന്നത്. പക്ഷേ ഇന്നലെ 1-2 ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെ ആരും ഈ ഭാഗത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായ PR പരിപാടികൾ കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ഈ PR ഏജൻസിയുമായി കൂടുതൽ
ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലെ ഓൺലൈൻ മാധ്യമങ്ങൾ. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഓരോ നീക്കവും കൃത്യം ഇവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ഇറങ്ങില്ല എന്ന് മനസ്സിലാക്കിയാണോ ഇവർ ഇന്നലെ തന്നെ ഇവിടെ വരാതിരുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു ഓൺലൈൻ മാധ്യമം പോലും ഇന്നലെ ഇവിടെ എത്തിയിരുന്നില്ല, ഇന്നും ഇതുവരെ എത്തിയില്ല. കാരണം ഇന്ന് കുറച്ചുകൂടി സ്ഥിതി മോശമാണ്. ഈ ഭാഗത്ത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു അപരനായി നടക്കുന്ന മോച്ച എന്ന് പറയുന്ന ആളെ പോലും ബോബി ചെമ്മണ്ണൂരിന്റെ സഹായികൾ തന്നെ ഈ ജയിൽ പരിസരത്ത് നിന്ന് 3 തവണയാണ് ഇറക്കി വിട്ടത്. നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ, പ്രശ്നം ഉണ്ടാക്കല്ലേ, പ്രശ്നം. പക്ഷെ ഇന്നലെ ഇവിടെ അവരടക്കമുള്ള ആളുകൾ വളരെ സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഇതുണ്ടായിരുന്നില്ല. കാരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം കാര്യത്തിലാണോ വിമർശനം വരാനിരിക്കുന്നത് ആ ഭാഗങ്ങളെല്ലാം അടയ്ക്കുക എന്നുള്ളതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അതിലും ഒരു PR പരിപാടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺകുമാർ.